ഈ സങ്കീർത്തനയിൽ വന്നപ്പോൾ എല്ലാവരും പോയി, ആൾക്കാരൊക്കെ പോയി പള്ളിയടച്ചു. ആ സമയത്ത് ഞാനും അവനും മാത്രമായി പള്ളിയടച്ചിട്ട് ചോദിച്ചു, അച്ഛാ എന്നെ അച്ഛൻ്റെ കൂടെ കൂട്ടാവോ? ഞാൻ അച്ഛൻ്റെ കൂടെ വരാം. അച്ഛൻ പോകുന്നിടത്തല്ലേ ഞാൻ വരാം. അച്ഛൻ്റെ കൂടെ ഞാൻ പ്രസംഗിക്കുക, പാട്ട് പാടാനൊക്കെ വരാം. അച്ഛനെ സഹായിച്ചുകൊണ്ട് ഞാൻ നിന്നോളാം. എനിക്ക് ചിലപ്പോൾ പോലീസിലേക്ക് അപ്പോയിൻമെൻറ്റ് തരാത്തത് ദൈവമായിരിക്കും. കാരണം ഞാൻ പോലീസായാൽ മോശമായി പോകുന്ന ദൈവത്തിന് അറിയാമെങ്കിൽ ദൈവം തരികയല്ലോ. ദൈവം തരുന്നതല്ല, നന്മയ്ക്കല്ലേ. ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, മോനെ നീ എന്നോട് വരരുത് മോനെ, ഞാനെങ്കിലും എൻ്റെ അടുത്ത സ്ഥലത്തേക്ക് പോകും. നിനക്കൊരിക്കലും എന്നോട് വരാൻ പറ്റില്ല. ഞാനൊരു സന്യാസ അച്ഛനാണ്. നിനക്കൊരു ജീവനുണ്ട്, നിനക്ക് എളുപ്പമാണ്, നിനക്കൊരു നല്ല ഭാവിയുണ്ട്. ഞാൻ അങ്ങനെ കുറേ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തി. ദൈവം നമുക്കൊരു വഴി തരും, ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ബലപ്പെടുത്തി. അങ്ങനെ ഞാൻ പലരോടൊക്കെ പറഞ്ഞ് കൊച്ചിനെ പഠിപ്പിച്ചു കേട്ടോ. അവന് നിവർത്തിയില്ല. വീണ്ടും അവനെ ഞാനൊരു കോഴ്സ് പഠിപ്പിച്ചു, ഒരു വർഷത്തെ ഒരു കോഴ്സ്. അങ്ങനെ ഈ പയ്യനെ പലരുടെ സഹായത്തോടെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ദുബായിൽ ഒരു ചെറിയ ജോലി കിട്ടി. ചെറിയൊരു ജോലി, പഠിച്ചതുമായി ബന്ധപ്പെട്ട ചെറിയ ജോലി. ആ ജോലി ഇതാണ്, ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് ജോലി ചെയ്യാൻ. ഇപ്പോഴും അവൻ അവിടെ തന്നെയാണ്, 4 വർഷമായി. ഇവിടെ അങ്ങനെ ദുബൈയിലേക്ക് കയറിപ്പോയി. ചെറിയ ശമ്പളമേ ഉള്ളൂ, 40,000 രൂപ ശമ്പളം അയച്ചിരുന്നുള്ളൂ. അവന് വീടായിട്ട് ഒന്നും ആയിട്ടില്ല. ഇവിടെ ഈ ചെറിയ ശമ്പളത്തിൽ ഒത്തിരി വിഷമമായിരുന്നു കയറി പോകാൻ. പക്ഷേ ഞാൻ പറഞ്ഞ നാട്ടിൽ നിൽക്കേണ്ടത്, എന്നാൽ എല്ലാവരും ജോലിയായില്ലേ എല്ലാവരും കൂട്ടാൻ പഠിക്കുന്നവരാണ് നാട്ടുകാർ. ആരെയും ചുമ്മാ നിൽക്കുമ്പോൾ ചോദിക്കരുത് കേട്ടോ. പിള്ളേരെ ജോലിയില്ലാതെ ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ, അല്ല കല്യാണം നടക്കാതെ ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ബുദ്ധിമുട്ട് ചോദിക്കരുത്. ആ പിള്ളേർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഒരിക്കലും നമ്മൾ അവരുടെ മനസ്സ് അവരുടെ കണ്ണുകളിലൂടെ ചിന്തിക്കണമെന്നുള്ളത്. അങ്ങനെ ഞാനിവിടെ കയറി പോകുമ്പോൾ വിഷമിച്ചിട്ടാണ് കയറി പോയി കേട്ടോ. അവൻ കയറി ചെന്നവാളെ വിളിച്ചു. പിറ്റേ ദിവസം വീട്ടിൽ തന്നെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞ, അച്ഛാ ഇത് ഞങ്ങളുടെ പ്ലേസ്മെന്റിന് കിട്ടുന്ന ദിവസമാണ്, പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചു. അവൻ എന്നോട് പറഞ്ഞ, ഞങ്ങൾ 42 പിള്ളേരാണ് സെക്ഷൻ 7 വന്നിരിക്കുന്നത്. സെക്യൂരിറ്റി ഗാർഡായിട്ടാണ് ജോലി. ഇവിടെയുള്ള വലിയ മാളുകളും ഓഫീസിലൊക്കെയാണ് ജോലി കിട്ടുക. അപ്പോൾ ഞങ്ങളുടെ ജോലി ഇങ്ങനെയാണ്, വലിയ ഗേറ്റുകളുടെ ഫ്രണ്ടിൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കണം. പോലീസിൻ്റെ അടുത്ത് ജോലിയാണ്. ഓഫീസിൻ്റെ അകത്ത് ജോലി കിട്ടും. ഈ ഓഫീസിൻ്റെ അകത്ത് ജോലി കിട്ടിയ രക്ഷയുണ്ട്. എന്നാണെന്നറിയാമോ? AC റൂമിൻ്റെ ഡോറിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ മതി, നല്ല യൂണിഫോം ഒക്കെ നിന്നാൽ മതി, വളരെ സുഖമാണ്. പക്ഷെ പുറത്ത് ജോലി കിട്ടും. പുറത്ത് ജോലി കിട്ടിയ എട്ടിൻ്റെ പണിയാണ്. കാരണം ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ 10-48 ഡിഗ്രി ചൂട് വരും. 16 മണിക്കൂറൊക്കെ ഇങ്ങനെ നിൽക്കണം. തണുപ്പ് വരുമ്പോഴേ നെഗറ്റീവ് എക്സ്ട്രീം വരും. അപ്പോൾ തണുപ്പ് മരച്ചിട്ട് 10-16 മണിക്കൂർ നിൽക്കണം. ഈ വിദേശത്തേക്ക് പോകുന്നവരുടെ സുഖമാണെന്നാണ് നമ്മൾ കരുതുന്നത്. വലിയ യാതനകളിലൂടെ എല്ലാം പോകുന്നത് കേട്ടോ. അവൻ എന്നോട് പറഞ്ഞു, ആദ്യമായിട്ട് അവൻ എന്നോട് പറഞ്ഞു, ഈശോയോട് പറയണം, എനിക്ക് എങ്ങനെയും അകത്ത് ഒരു ജോലി കിട്ടാം. പുറത്ത് ഒരു രക്ഷയില്ല. ചൂടെന്ന് പറഞ്ഞാൽ ചിന്തിക്കും, നമ്മുടെ നാട്ടിൽ ചിന്തിക്കുന്ന പോലെയല്ല. 48 ഡിഗ്രി ചൂടൊക്കെ ചിന്തിച്ചു വയ്ക്കുക. അടുപ്പിൻ്റെ അടുത്ത് നിൽക്കുന്ന പോലെയാണ്. ഒരു ദിവസമല്ല, ഒരാഴ്ച മുഴുവൻ എന്ത് വീഴണം. ഞാനന്ന് ഈ കൊച്ചിന് വേണ്ടി കുർബാന വേണ്ടി പ്രാർത്ഥിച്ചു. അന്നത്തെ കുർബാന ഇതിനു വേണ്ടി ഞാൻ യോഗം വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ കൂടെ പറഞ്ഞ പോലെയാണ്. അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ വീണ്ടും വിളിച്ചപ്പോൾ അവൻ ഫോണിൽ കൂടെ കരയുന്നുണ്ട്. ഞാൻ ചോദിച്ചു, അവൻ എന്തായാലും. അവൻ എന്നോട് പറഞ്ഞു, വെച്ചാൽ ആദ്യം എന്നെയാണ് വിളിച്ചത്. നിങ്ങൾ 42 പിള്ളേര് ആദ്യം എന്നെയാണ് വിളിച്ചത്. കാരണം ഇവനാണ് ആ കൂട്ടത്തിൽ ഏറ്റവും വിദ്യാഭ്യാസമുള്ളത്. ആ കൂട്ടത്തിൽ ഏറ്റവും ഹൈറ്റും ഏറ്റവും ഉള്ളത് ഇവനാണ്. ഏറ്റവും കൂടുതൽ സ്മാർട്ടായിട്ടുള്ള ഇവൻ. അത് മാത്രമല്ല, ഇവനൊരു വലിയ പേഴ്സണാലിറ്റി ഉണ്ട്. കാരണം എല്ലാ ദൈവമക്കൾക്കും ദൈവബന്ധത്തിൽ കഴിയുന്ന കൊച്ചിൻ്റെ മുഖത്ത് നോക്കിയാൽ അവന് വ്യത്യസ്തതയുണ്ട് കേട്ടോ. അവന് വ്യത്യസ്തതയുണ്ട്. കഞ്ചാവ് അടിച്ച് നടക്കുന്നവന് മുഖത്തേക്ക് നോക്കിയാൽ അവനും വ്യത്യസ്തത. അത് പ്രപഞ്ചത്തിൻ്റെ നിയമമാണ്. ഈ കുഞ്ഞിനെ അവർ ആദ്യം സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഈ മോളിലെ ഈ നമ്മുടെ മോളിനേക്കാൾ വലിയ മാളിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഗേറ്റിൽ നിന്നെ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ ഇന്നും ആ വെച്ച് ആ വലിയ ഗേറ്റിൻ്റെ ഫ്രണ്ട് ഗേറ്റിലാണ് ജോലി ചെയ്യുന്നത്. ചൂട് തുടങ്ങിയ 48 ഡിഗ്രി തണുപ്പാണ്. അതുപോലെ താഴേക്ക് പോകുന്ന തണുപ്പ്. ഇവരെ ഓടി വെച്ച് പിടിച്ച് ജോലി ചെയ്യുന്നത് ഇപ്പോൾ 4 വർഷമായി. ഞാൻ ഈ കൊച്ചിനെ കുറിച്ച് പറഞ്ഞ് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരിക. അങ്ങനെ ഈ പയ്യൻ ജൂൺ മാസത്തിന് കയറി ജോലി ആരംഭിച്ചു. ഡിസംബറായി. പിന്നെ അവിടെ പോയതിൻ്റെ ആദ്യത്തെ ക്രിസ്മസ് അവിടെയാണ്. ആദ്യത്തെ ക്രിസ്മസിൻ്റെ അന്ന് രാത്രി കുർബാന കഴിഞ്ഞ് ഞാൻ അതിൽ 3 മണിയൊക്കെ ആയി കിടക്കാൻ വേണ്ടി വീട്ടിൽ മുറി പറഞ്ഞു. ചിലരുടെ കിടന്നിറങ്ങിയിട്ട് 6 മണി 7 മണിക്കാകുമ്പോൾ എഴുന്നേക്കാൻ വേണ്ടി ഞാൻ കയറി കിടന്നാണ്. ഞാൻ നിർത്തി നോക്കും, ഉറക്കമൊക്കെ പിടിച്ച് കുറച്ച് കഴിഞ്ഞ് 3 മണിക്കായി കിടന്നു. 5 മണിയായപ്പോഴേ മൊബൈൽ കഴിക്കുന്നുണ്ട്. ഞാനിത് ആരടായി രാവിലെ എൻ്റെ ഉറക്കം കളയാൻ ഞാനിങ്ങനെ മൊബൈൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഈ കൊച്ചാണ് വിളിച്ചിരിക്കുന്നത്. ദുബൈയിൽ വിളിച്ചിരിക്കുക. എനിക്ക് പെട്ടെന്ന് സന്തോഷം തോന്നി. അവനെ ഞാൻ ഫോണെടുത്ത് ഞാൻ അതുപോലെ വിളിച്ചു. ഫോൺ പറഞ്ഞു, അച്ഛാ ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വന്ന് പറഞ്ഞു, ഞാൻ ചോദിച്ചു, എന്നാടുവാ?
ഇന്ന് ക്രിസ്മസ് അല്ലേ എന്നാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ക്രിസ്മസ് ആണ്, അവധിയാണ്. ഞാൻ ഇന്ന് അവധിയാണോ? കാരണം ഇതൊരു അറബികളുടെ രാജ്യമല്ലേ, നമ്മുടെ ക്രിസ്ത്യാനികളുടെ രാജ്യമല്ലേ, നമുക്ക് അവധി കിട്ടിയോ? അവൻ എന്നോട് പറഞ്ഞു വെച്ചാൽ അവധി കിട്ടുന്നില്ല, ഇവിടെ ക്രിസ്മസ് ഒന്നും ഇല്ല, അതൊരു ആദ്യമാണ്. പക്ഷെ ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന ക്യാമ്പിൽ ഞങ്ങൾ 2 ക്രിസ്ത്യാനികളുള്ളൂ. ഞാനും പിന്നെ ഒരു CSIക്കാരൻ, അവനൊരു ബോധമൊന്നുമില്ല, ക്രിസ്മസ് ആണെന്ന് പോലും അറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ബോസിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഓരോ ക്യാമ്പിലും ഓരോ പല കെട്ടായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. ആ ഒരു അവധിയാണ്. അവരോട് പറഞ്ഞതുപോലെ എൻ്റെ ക്രിസ്മസ് ആണെങ്കിൽ അവധി തരണം, പള്ളിയിൽ പോകാൻ വേണ്ടിയില്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ വലിയ കാര്യമാണ്. ഞങ്ങളുടെ തിന്നാലില്ലാത്തതൊന്നും ഇഷ്ടമാണ്, എടുക്കാനാണ്. അപ്പോൾ ഈ അവധി അവർ പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്ത് എനിക്ക് ഇതിൻ്റെ ഇഷ്ടമൊക്കെയാണ്, അവധി തരണം. പക്ഷേ ഇവിടുത്തെ രീതിയനുസരിച്ച് തരാൻ പറ്റുന്നില്ല. ഒരു കാര്യം ചെയ്യുമ്പോൾ നിനക്ക് ഞാൻ നിന്റെ പേര് ഈ 1000 രൂപ ഞാൻ ഓഫർ തരാം. ഈ 3 ദിവസം അടുപ്പിച്ച് ഡേ നൈറ്റ് ചെയ്യുവാണെങ്കിൽ 25-ാം തീയതി ഡേ നൈറ്റ് നിനക്ക് ഓഫ് എടുക്കാം. ഫ്രീ ആകാം, അല്ലെങ്കിൽ പോവുക, എന്തുവേണം ചെയ്യാം. ഇതിന് പിറ്റേ ദിവസം നൈറ്റ് കയറിയാൽ മതി. 1.5 ദിവസത്തിലേക്ക് കിട്ടും. നിനക്ക് തയ്യാറാണെന്ന് ചെയ്യണം പറഞ്ഞു. അപ്പോൾ ഞാൻ തയ്യാറെന്ന് പറഞ്ഞു. ആ ക്രിസ്മസിൽ എന്ന കൊച്ച് എന്നോട് പങ്കുവെച്ച കാര്യമാണ്. ക്രിസ്മസിന്റെ 25-ാം തീയതി ക്രിസ്മസിന്റെ അന്ന് പള്ളിയിൽ പോകാൻ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ഈ വിജാതീയ ദേശത്ത് ചെന്ന ഈ കൊച്ച്, ഈ മകൻ 3 ദിവസം രാവും പകലും ഉറങ്ങാതെ ഇരട്ടി ജോലി ചെയ്ത് ഈ ഒരൊറ്റ കുർബാനയ്ക്ക് വേണ്ടി, ഒരു ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി ഈ കൊച്ച് അവന്റെ 3 ദിവസത്തെ കർത്താവിന് വിട്ടുകൊടുത്തുന്നത് ഞാൻ ഈ ആ പ്രഭാതത്തിൽ ഈ കൊച്ചിന്റെ സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, ഞാൻ അന്ന് ക്രിസ്മസിന്റെ രാത്രി ആഘോഷമായ തിരുപ്പിറവിയുടെ പാട്ടുകുർബാന കഴിഞ്ഞ് ഞാൻ കൂട്ടം വലിച്ച് ഉറങ്ങിയിട്ട് എഴുന്നേറ്റിരിക്കുന്ന ഒരു അച്ഛനാണ്. പ്രിയപ്പെട്ടവരെ, അന്ന് ഞാൻ ആ കട്ടിലേക്ക് ഓർത്തന്റെ ദൈവമേ, ഞാൻ ചൊല്ലിയ പാട്ടുകുർബാനയേക്കാൾ എത്രയോ വിലയുള്ളതാണ് ഈ കൊച്ച് 3 ദിവസങ്ങൾ അവൻ ഉറങ്ങാതെ ഈ ഒരു ഒറ്റ കുർബാനയ്ക്ക് വേണ്ടി ഈ കൊച്ച് വണ്ടി കയറി ദൂരത്ത് പോകണം. ക്യാമ്പിൽ നിന്ന് കുർബാന കാണാൻ 3 ദിവസം ഉറക്കടച്ചിരുന്ന ഈ കൊച്ച് ക്രിസ്മസിന്റെ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി ഈ കൊച്ചു കാണിച്ച വില ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സംഭവം പറഞ്ഞത് എന്താണെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമുക്ക് ദുരിതകാലങ്ങൾ അനുഭവിച്ചു തരും. ദൈവത്തെ അറിഞ്ഞ ഒരു മകന്റെ ജീവിതത്തിൽ, ഒരു മകളുടെ ജീവിതത്തിൽ ദൈവം ഇതുപോലെ പ്രതിസന്ധികള്, വലിയ പരീക്ഷണങ്ങൾ തരും. ഞാൻ ഈ കൊച്ചിന്റെ കാര്യം പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ഈ കുട്ടി എത്രയോ വർഷം ദൈവത്തിന് വേണ്ടി ജോലി ചെയ്തതാ, ഒരു പ്രതിഫലവും വാങ്ങിക്കാതെ ദൈവത്തിന് വേണ്ടി ജോലി ചെയ്തതാ. പക്ഷെ ദൈവം ഈ കുഞ്ഞിനെ നിസ്സാരമായിട്ട് കൊടുക്കാമായിരുന്ന പല കാര്യങ്ങളും ദൈവം തട്ടിത്തെറിപ്പിച്ചിട്ടേ ഉള്ളൂ. ദൈവം ഇങ്ങനെ പുറങ്കാലം കൊണ്ട് തൊഴിച്ചു കളയാന്ന് പറയല്ലേ, അങ്ങനെ ജീവിതത്തെ പുറങ്കാലം കൊണ്ട് തൊഴിച്ച് അകറ്റി കളഞ്ഞ
പ്രിയപ്പെട്ടവരെ, അടുത്തോടെ നമുക്ക് ഏറ്റിരിക്കാതെ ഈ കാലഘട്ടത്തിൽ ആദ്യമേ